والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد. الذين يرثون الفردوس هم فيها خالدون. ഇതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഉലൈക ഹുമുൽ വാരിസൂൻ, അവരാണ്, അക്കൂട്ടരാണ് അതിൻ്റെ അനന്തരാവകാശി. ആരാണ് അവർ? വാരിസീങ്ങൾ ആരാണ്? അല്ലതിനെ യരിസൂനൽ ഫിർദൗസ,
ഫിർദൗസ് അനന്തരമായി ലഭിച്ചവരാണ്. ഹും ഫിഹാ ഖാലിദൂൻ. ഫിർദൗസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ആ സ്ഥലം നമ്മൾ നോക്കിയിരുന്നു. എല്ലാ സ്ഥലത്തും എടുത്ത് 107 അത് പിന്നെ സൂറത്ത് അൽ-കഹ്ഫിന്റെ അവസാന ഭാഗത്ത് ഇന്നല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല ഖാലിദീന ഫീഹാ ലാ യബൂന അൻഹാ ഹിവല. ഒരിക്കലും മാറ്റം ആഗ്രഹിക്കാത്ത ജന്നാത്തുൽ ഫിർദൗസാണ് അവർക്കുള്ള സൽക്കാരമെന്നാണ് മുസ്ലിം. അതാണ് അല്ലാഹു തആല പറഞ്ഞത്. തീർച്ചയായും വിശ്വസിക്കുകയും ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അവിടെ അല്ലദീന ആമനൂ അൽ മുഅ്മിനൂൻ, അല്ലദീന ആമനൂ എന്ന് പറഞ്ഞാൽ അൽ മുഅ്മിനൂൻ എന്നാണ്, ഈമാനുള്ളവർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ മുഅ്മിനുകളായി മരിച്ച ആളുകൾക്ക് അല്ലാഹു തആല അവർക്ക് കൊടുക്കുന്ന പാരിതോഷികം, അവർക്കുള്ള സൽക്കാരമാണ് ജന്നാത്തുൽ ഫിർദൗസ് എന്നാണ്. ഇനി അവിടെ നമുക്ക് 23 നോക്കാം. 23-ാമത്തെ 23-ാം അധ്യായത്തിൽ നമുക്ക് പഠിക്കാൻ ആയത്ത് തന്നെ നോക്കേണ്ട കാര്യമില്ല. അതായത് യരിസുനൽ ഫിർദൗസും ഫീഹാ ഖാലിദൂൻ തന്നെയാണ് ഈ ആയത്ത് തന്നെ നമുക്ക് വിശദീകരിക്കാറ്. ഇനി നമുക്ക് അതിലേക്ക് 1-2 ഹദീസുകളാണ് നോക്കാറ്. 1-2 ഹദീസുകൾ നോക്കാനുണ്ട്. അതുപോലെ തന്നെ ഈ ഫിർദൗസിനെ കുറിച്ച് അല്ലാഹു തആല ആർക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. അപ്പൊ ഇമാം ബുഖാരിയുടെ ഇമാം ബുഖാരിയുടെ 2790 നമ്പർ ഹദീസാണ് വായിക്കാൻ പോകുന്നത്. 2790 2790 ഇമാം ബുഖാരിയുടെ ശ്രദ്ധിക്കാം. അതിൽ കേട്ടാൽ ഉദ്ധരിക്കുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആണ്. عن أبي هريرة റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ് قال رسول الله صلى الله عليه وسلم. എന്താ റസൂൽ പറഞ്ഞത്? ഇദാ സഅൽതുമുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ ഫസ്അലൂഹുൽ ഫിർദൗസ്, നിങ്ങൾ ഫിർദൗസ് ചോദിക്കണം. അല്ലാഹുവിനോട് നിങ്ങൾ സ്വർഗ്ഗമുള്ള പടച്ചോനെ എന്നല്ല പറയേണ്ടത്, മറിച്ച് ജന്നാത്തുൽ ഫിർദൗസ് ഉള്ള പടച്ചോനെ എന്ന് ചോദിക്കണം. സ്വർഗ്ഗം ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസ് ചോദിക്കണം. എന്താ കാരണം? ഫഇന്നഹു അഅലൽ ജന്ന, 4 കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ജന്നാത്തുൽ ഫിർദൗസിന്റെ പ്രത്യേകത നമ്മൾ ഈ ആയത്തിന്റെ ശറഹ പറഞ്ഞിട്ട് വിശദീകരണമാണ്. അത് അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. അപ്പോൾ ആ ജന്നാത്തുൽ ഫിർദൗസിന്റെ പ്രത്യേകത പറഞ്ഞ ഹദീസാണ്. 4 കാര്യങ്ങൾ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കണം. എന്താ കാരണം? ഒന്ന്, ഫഇന്നഹു അഅലൽ ജന്ന, സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്വർഗം എന്താണ്? ഫിർദൗസാണ്. കുറേ സ്വർഗങ്ങൾ എന്ന അർത്ഥത്തിലല്ല, ആ സ്വർഗത്തിന് തന്നെ അതിന് വേറെ ഹദീസ് വരാൻ പോകുന്നു. അതിന്റെ പദവികളാണ് ഉദ്ദേശിക്കുന്നത്. സ്വർഗത്തിലെ പദവികളാണ്, സ്ഥാനങ്ങളാണ്. അപ്പൊ ഏറ്റവും ഉന്നതമായ സ്വർഗം ഏതാണ്? അഅലൽ ജന്ന, അത് ഫിർദൗസാണ്. അപ്പൊ നിങ്ങൾ അല്ലാഹുവിനോട് ഫിർദൗസ് ജന്ന ചോദിക്കണം എന്ന് പറയാൻ 4 കാരണങ്ങളാണ്. അതിൽ ഒന്ന് അഅലൽ ജന്ന, ഏറ്റവും ഉന്നതമായ സ്വർഗം അതാണ്. 2 ഔസത്തുൽ ജന്ന, ഔസത്തുൽ ജന്ന, ഔസത്ത് മധ്യഭാഗം. ഔസത്ത് സ്വർഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൃദയഭാഗം ഔസത്തുൽ ജന്ന. അതിന്റെ മധ്യഭാഗം ഏതാണ്? ഫിർദൗസാണ്. സ്വർഗത്തിന്റെ മധ്യഭാഗം ഏതാണ്? അത് ഫിർദൗസാണ്. അപ്പൊ ഒന്ന് അഅലൽ ജന്ന, 2 ഔസത്തുൽ ജന്ന. ഇത് മനസ്സിലാക്കി വെക്കണം. ഇതിന്റെ ഭാഗമാണ് ഈ ജന്നാത്തുൽ ഫിർദൗസ് എന്താണെന്ന് പഠിക്കണം 4 കാര്യങ്ങൾ. ഒന്ന് അഅലൽ ജന്ന, ഇത് പഠിച്ചു വെക്കേണ്ടതാണ്. അഅലൽ ജന്ന, സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമാണ്.
രണ്ട് ഔസത്തുൽ ജന്ന. ഔസത്തുൽ ജന്ന എന്ന് പറഞ്ഞ സ്വർഗത്തിന്റെ മധ്യസ്ഥാനം. സ്വർഗത്തിന്റെ നടുഭാഗം, അതാണ് ഔസത്ത് എന്ന് പറയുന്നത്. സ്വർഗത്തിന്റെ നടുഭാഗം ഔസത്തുൽ ജന്ന. രണ്ടെണ്ണായി. മൂന്നാമത്തത് വമിൻഹു തഫജ്ജുറു അൻഹാറുൽ ജന്ന. തഫജ്ജുറു അൻഹാറുൽ ജന്ന. അൻഹാറുൽ ജന്ന. തഫജ്ജുറു അൻഹാറുൽ ജന്ന. എന്താ അൻഹാറ്? നദികൾ. ആ നദികളുടെ തഫജ്ജുർ, അതിങ്ങനെ പൊട്ടി ഒഴുകുന്ന സ്ഥലം, ഉത്ഭവിക്കുന്ന സ്ഥലം. അൻഹാറുൽ ജന്ന, സ്വർഗത്തിലെ നദികൾ അത് പുറപ്പെടുന്ന സ്ഥലം, നദികൾ ആരംഭിക്കുന്ന സ്ഥലം. തഫജ്ജുർ അൻഹാറുൽ ജന്ന, സ്വർഗത്തിലെ അൻഹാറുകൾ അത് ഉത്ഭവിക്കുന്ന സ്ഥലം. തഫജ്ജുർ അൻഹാറുൽ ജന്ന. സ്വർഗത്തിലെ നദികൾ ഉത്ഭവിക്കുന്ന സ്ഥലം. തഫജ്ജുർ അൻഹാറുൽ ജന്ന. ഇനി നാലാമത്തത് ഫൗഖഹു അർശുർ റഹ്മാൻ. ഈ ജന്നാത്തുൽ ഫിർദൗസിന്റെ മീതെയാണ് അർശുർ റഹ്മാൻ. കർമ്മകാരുണികനായ അല്ലാഹുവിന്റെ അർശ് അതിന് നേരെ മീതെ. വഫൗഖഹു അർശുർ റഹ്മാൻ. വഫൗഖഹു അർശുർ റഹ്മാൻ. പൊട്ടി ഒഴുക, അതിന്റെ അത് ഉത്ഭവിക്കുന്നതാണ്. അതായത് ഈ ജന്നാത്തുൽ ഫിർദൗസിന്റെ മീതെയാണ് അല്ലാഹുവിന്റെ അർശ്. ജന്നാത്തുൽ ഫിർദൗസിന്റെ മീതെയാണ് അല്ലാഹുവിന്റെ അർശ്. അതാണ് അർശുർ റഹ്മാൻ. അതെന്തൊക്കെയാണ്? ഒന്ന് അഅലൽ ജന്ന, രണ്ട് ഔസത്തുൽ ജന്ന, മൂന്ന് തഫജ്ജുറു അൻഹാറുൽ ജന്ന, നാല് അർശുർ റഹ്മാൻ. ഈ നാല് കാര്യങ്ങളാണ് നമ്മോട് എന്ത് ചോദിക്കാൻ പറയാൻ കാരണം, ചോദിക്കാൻ പറയാൻ കാരണം. ഇനി അഅലൽ ജന്ന എന്ന സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായതാണ്. ഔസത്തുൽ ജന്ന സ്വർഗത്തിലെ മധ്യഭാഗമാണ്. തഫജ്ജുറു അൻഹാറുൽ ജന്ന അത് കുറച്ചും നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. അത് മുമ്പ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് സ്വർഗത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ ആവർത്തിക്കുന്ന ഒരു സംഗതി എന്താണ്? ജന്നാത്തുൽ തജ്രീമിൻ തഹ്തിഹൽ അൻഹാർ. അതിന്റെ അടിഭാഗത്തു കൂടി ഒഴുകുന്ന നദികളെ കുറിച്ചിട്ടാണ് അല്ലെ? എത്ര നദിയുണ്ട്? 4. അത് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. 4 നദികളുണ്ട്. അതെവിടെ ഖുർആനിൽ പറഞ്ഞ ഓർമ്മയുണ്ടാവും. 4 നദികളുണ്ട്. സൂറത്ത് മുഹമ്മദിലാണ് എൻ്റെ ഓർമ്മ. സൂറത്ത് മുഹമ്മദാണ്. അതെ, സൂറത്ത് മുഹമ്മദിലെ 15-ാമത്തെ ആയത്ത് നോക്കണേ.
സൂറത്ത് മുഹമ്മദിലെ 15-ാമത്തെ. നമ്മളെപ്പോഴും നമ്മൾ ഖുർആൻ ഓതുമ്പോൾ എപ്പോഴും ആവർത്തിച്ചു വരുന്ന ഒരു പ്രയോഗമാണ് 47-ാമത്തെ. അതിലെ 15-ാമത്തെ ആയത്ത് വെച്ചു. 15 അതിന് മുമ്പൊരു കാര്യം പറയാം. ശ്രദ്ധിക്കാം. ഇതിന്റെ ഈ ആദ്യത്തെ ഭാഗം മാത്രം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറെ ഭാഗത്തേക്ക് വരാം. എന്താ അറിയോ, ഞാൻ ഇതൊന്ന് കാണിച്ച ഈ മസലുൽ ജന്ന അത് ആ ഭാഗം മാത്രം മതി. നമ്മൾ അനുഹാരം നമുക്ക് കിട്ടുമോ ഞാൻ പറഞ്ഞുതരാം. മസലുൽ ജന്ന സ്വർഗത്തിന്റെ ഒരു മോഡൽ. മസല പറഞ്ഞാൽ മോഡൽ, അല്ലെങ്കിൽ സ്വർഗത്തിന്റെ അവസ്ഥ. അതാണ് മസലുൽ ജന്ന എന്ന് പറഞ്ഞാൽ. അല്ലത്തി ഏതാണ് സ്വർഗം? വഇദൽ മുത്തഖൂന. അത് നോട്ട് ചെയ്ത് നോക്കണം. അതാണ് വിഷയം. എന്താണ് വഇദൽ മുത്തഖൂൻ? മുത്തഖീങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട. എന്താണ് മുത്തഖീങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം. മുത്തഖീങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം ഭയങ്കര ഒരു പ്രയോഗമാണ് ഖുർആന്റെ. ഇതേ പ്രയോഗങ്ങൾ ബാക്കി ഇത്തരമൊക്കെ നമുക്ക് മാറി വായിക്കാം. സൂറത്തുൽ റാഇദിലെ 35 നോക്കി. സൂറത്തുൽ റാഇദിലെ 35. സൂറത്തുൽ റാഇദ് എത്രയാണ്? 15. അതെ, അല്ല 13. സൂറത്തുൽ റാഇദ് 13-ലെ 35-ാമത്തെ നോക്കി. 35-ാമത്തെ ആയത്ത്. മസലുൽ ജന്നത്തില്ലത്തി ഉഇദൽ മുത്തഖൂൻ. നേരത്തെ വായിച്ചത് ഇവിടെ കിട്ടാം. നേരത്തെ വായിച്ചത് സൂറത്ത് മുഹമ്മദിലെ ആയത്തിൽ എന്താ പറഞ്ഞത്? മസലുൽ ജന്നത്തില്ലത്തി ഉഇദൽ മുത്തഖൂൻ. മുത്തഖീങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം. മുത്തഖീങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം. ഇനി ഒരാഴ്ച നിങ്ങൾ നോക്കി. ഫുർഖാനിലെ 15, 25-ൽ 15, 25-ൽ 15. قل أذلك خير أم جنة الخلد التي وعد നേരെ പറഞ്ഞ നരകമാണോ അതല്ല സ്ഥിരവാസത്തിന്റെ സ്വർഗമാണോ ഖൈർ? ഖുൽ അദാലിക ഖൈറുൻ. ഖുൽ അദാലിക ഖൈറുൻ. നേരെ പറഞ്ഞ നരകമാണ്. നരകം നേരെ കാണാം. ലാ തദഉ യൗമ സുബൂറൻ വാഹിദൻ വദഉ സുബൂറൻ കസീറാ വഇദാ ഉൽഖൂ മിൻഹാ മഖാലൻ ضيقا مقرنين دعوا هنالك ثبورا إذا رأتهم من مكان بعيد سمعوا لها تغيظا وزفيرا. നരകത്തിന്റെ അത് ഇളകി മറിയുന്നതും അതിന്റെ ഇരമ്പിക്കുന്ന ശബ്ദവും ഒക്കെയാണ് പറഞ്ഞത്. ആ നരകത്തിന്റെ അട്ടഹാസവും ഒക്കെയാണ് പറഞ്ഞത്. ചങ്ങലകൾ ഇടുങ്ങിയ സ്ഥലത്ത് നിന്ന് അവരെ ആ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ഭീകരമായ രംഗവും നാശത്തെ വിളിച്ച് അവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് അള്ളാഹ് പറയാണ്, ഒരു ചോദിക്കുക, അദാലിക ഖൈറുൻ അം ജന്നത്തുൽ ഖുൽദ് അല്ലതി വഅദൽ മുത്തഖൂൻ. മുത്തഖീങ്ങൾ
സ്വർഗമാണോ അതല്ല നേരെ പറഞ്ഞ നരകമാണോ ഹൈറെന്നാ ചോദിക്കുന്നത്. അപ്പൊ 3 ആയത്തിൽ ഇപ്പൊ ആവർത്തിച്ച സംഗതി എന്താ? മുത്തഖീകൾക്കുള്ള വാഗ്ദാനമാണ് സ്വർഗം. മുത്തഖീകളായ ഖുർആനിനെ സത്യപ്പെടുത്തുന്നവരാരാണോ അവരാണ് മുത്തഖീൻ. അപ്പൊ അവർക്കുള്ളതാണ് സ്വർഗം കിട്ടണോ? ഖുർആൻ പഠിച്ചേ പറ്റും. ഖുർആൻ പഠിക്കാതെ മാറി നിന്ന് ഒരു സ്വർഗവും ആരും പ്രതീക്ഷിക്കണ്ട. മനസ്സിലായോ? അല്ലാഹു തആല വളരെ മനോഹരമായ ഒരു ഉദാഹരണം പറയുന്നു. അതായത് നാളെ പരലോകത്ത് ചില മുഖങ്ങൾ അങ്ങേയറ്റം സന്തോഷമുള്ളതായിരുന്നു. എന്താ കാരണം? ഇലാ റബ്ബിഹാ നാദിറ, ഇലാ റബ്ബിഹാ നാദിറ. അവരുടെ റബ്ബിലേക്ക് അവരുടെ ദൃഷ്ടി പതിഞ്ഞിരിക്കും. റബ്ബിനെ നോക്കിക്കൊണ്ടിരിക്കും, റബ്ബിനെ കാണും. അപ്പൊ ആ റബ്ബിനെ കാണുന്ന ആളുകളുടെ കണ്ണുകൾ, അവരുടെ മുഖങ്ങൾ പ്രസന്നമായിരിക്കും. അള്ളാന്റെ കലാമായ ഖുർആനിലേക്ക് നോക്കുന്നത് ഇഷ്ടമില്ലാത്തവന് അള്ളാന്റെ വചിയിലേക്ക് നോക്കാൻ അവസരം കിട്ടുക. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. അള്ളാന്റെ കലാമായ ഖുർആൻ ഒന്ന് നോക്കാനും ഖുർആൻ പഠിക്കാനും അതിലേക്ക് നോക്കാനും ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് ആ റബ്ബിന്റെ മുഖത്തേക്ക് നോക്കാൻ എന്ത് അവകാശം ഉണ്ടാകുക? സൂറത്തുൽ ഖിയാമയിൽ വളരെ മനോഹരമായിട്ടാണ് ആ സംഭവം പറയുന്നത്. എന്താ നിങ്ങൾ ഒഴിവുള്ള സമയത്ത് വായിച്ചോട്ടെ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഖുർആൻ ഓതി കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ നബിക്ക് ഭയങ്കര ബേജാറ്. എന്താ ബേജാറ്? അത് എനിക്ക് പഠിക്കാൻ കഴിയോ, മനപ്പാടാക്കാൻ കഴിയോ, ഞാൻ മറന്നു പോകുന്ന കാര്യം പേടി. നബിക്ക് പേടി. അപ്പൊ നബി എന്താ സ്പീഡില് ഓതും. കാരണം ജിബ്രീലിന്റെ അടുത്ത വരവിൽ എന്താ ഇവര് വരവിൽ വന്ന് പിന്നെ ഓതിപ്പിക്കും. അടുത്ത മുമ്പത്തെ വരവിൽ വന്നത് ജിബ്രീൽ ഞാൻ വരുന്ന വരെ 2 ആഴ്ച ഒരിക്കലല്ലേ വരിക. ജിബ്രീൽ എന്താ ചെയ്യുക? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ദിവസം എന്ത് ചെയ്യും? ചിലപ്പോൾ 2 നേരം വരും. രാവിലെ വന്ന് ഓതി കൊടുത്തത് പിന്നെന്ത് ചെയ്യും? ചിലപ്പോൾ വൈകുന്നേരം പിന്നെയും വരും, ഓതി കൊടുക്കണം. അപ്പൊ നബിക്ക് ബേജാറാണ്. ബേജാറ് മാത്രമല്ല, നബിക്ക് അത് പഠിച്ചാൽ ഓതി കൊടുക്കണ പഠിച്ചാൽ മാത്രം പോരാ, പിന്നെന്ത് വേണം? ഇപ്പൊ നമ്മളെ ഈ ഖുർആൻ പഠിക്കുന്ന ആൾക്കാർക്ക് വളരെ എളുപ്പം തരുന്നത് അവർ ഒറ്റ ഖുർആനിൽ ഒരു ഖുർആൻ പഠിക്കുന്ന ആൾക്കാർ ഖുർആൻ ഇന്നൊരു ഖുർആൻ നാളെ ഖുർആൻ പോരാ. ഖുർആൻ കാണാതെ പഠിക്കുന്ന ഹിഫ്ളാക്കുന്ന ആൾക്കാര് ഒരൊറ്റ ഖുർആനായിരിക്കും അവർക്ക് ആദ്യം മുതൽ. അത് എന്താന്ന് വെച്ചാൽ മനഃപ്പാടമാക്കുന്നതിന്റെ ഒരു പിന്നെ ഒരു മനഃശാസ്ത്രമാണ്. എന്താ പറയുക, അവർക്ക് ആ പേജ് വരെ ആക്ട് വരെ ശരീരത്തിൽ പതിഞ്ഞിട്ടുണ്ടാവും, നമ്പർ വരെ. കാരണം അത് ഇപ്പൊ ഈ ആയത്ത് തുടങ്ങുന്നത് പിന്നെ ഇന്ന പേജില് അത് ഈ പേജാണ്, ഈ പേജാണ്, ഈ പേജിൽ ഏത് പോകാണെന്നൊക്കെ അവർ മനസ്സിലുണ്ടാവും. ഈ ആയത്ത് അവസാനത്തെ ആയത്താണോ പേജിൽ, അത് ആദ്യത്തെ ആയത്താണോ നടുവിലെ ആയത്താണോ, ആ ആയത്ത് ഖുർആൻ എവിടെയെന്ന് ആ സ്ഥലം വരെ അവർ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവും. ആർക്ക്? ഖുർആൻ ഹിഫ്ളാക്കുന്ന ആൾക്കാർ. അപ്പൊ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഖുർആൻ വ്യത്യസ്തമാക്കുമ്പോൾ സ്വീകരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ നബിക്ക് ഖുർആൻ വ്യത്യസ്തമാക്കാൻ ഒന്നാമത്തെ ഹാഫിദ് ആരാ? ഖുർആന്റെ നബിന്റെ ഒന്നാമത്തെ ഹാഫിദ്. അപ്പൊ അത് മനഃപ്പാടമാക്കാൻ നബിക്ക് ഒരു പ്രയാസം കൂടി ഉണ്ട്. എന്താ പ്രയാസം? നമ്മക്കൊക്കെ ഖുർആൻ പഠിക്കാൻ എളുപ്പമാണ്, കാണാൻ പഠിക്കാൻ എളുപ്പമാണ്. കാരണം ഫാത്തിഹ മുതൽ നാസ് വരെ മതി. പക്ഷെ നബിക്ക് എങ്ങനെ വെച്ചാൽ ഈ ഖുർആന് ലൗഹുൽ മഹ്ഫൂസിലുള്ളത്. ഫാത്തിഹ മുതൽ നാസ് വരെ ഉള്ള ഖുർആൻ എവിടെയുള്ളത്? ലൗഹുൽ മഹ്ഫൂസിൽ ഇറങ്ങിയിട്ട് തൗറാത്ത് ഇറങ്ങിയ മാതിരി ഇറങ്ങിയിട്ടില്ല. തൗറാത്തിന്റെ ഫലകങ്ങൾ ഇറങ്ങി കൊടുത്ത മാതിരി ഖുർആന്റെ ഫലകം ഇറങ്ങി കൊടുത്തില്ല. മറിച്ച് ആദ്യം ഇക്രവിസ്മിയാണ്. ഇക്രവിസ്മി അവസാന ഭാഗത്ത് ഒരു സൂറത്താണ്. അത് മുഴുവൻ ഇറങ്ങിയില്ല. ആദ്യത്തെ 4-5 ആയത്ത് ഇറങ്ങിയത്. പിന്നെ ഇറങ്ങിയത് കുറെ നേരെ മുസമ്മിലെ മുദ്ദത്തിലൊക്കെയാണ്. അവൻ എനിക്ക് എന്തും കൂടി കാണാൻ പഠിക്കണം, അതിന്റെ ഓർഡർ കൂടി കാണാൻ പഠിക്കണം. അപ്പൊ നബിക്ക് ثم إن علينا
കാരണം ഇന്ന അറിയില്ല ജപ്പാഹു ഖുർആൻ ജമ്പ് ചെയ്യലും അത് ഓതി തരലൊക്കെ നമ്മളെ ബാധ്യതയാണ്. അവിടെ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ എന്ന അർത്ഥം, ഖുർആൻ എന്ന് പറഞ്ഞാൽ പാരായണമാണ്. നമ്മുടെ പേര് ബാധ്യതയാണ്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത നിങ്ങൾ എന്ത് ചെയ്യണം, വെറുതെ ടെൻഷൻ അടിക്കുന്ന ബേജാറാവണ്ട. ഇന്ന അറിയുന്ന ജമ്പഹു ഖുർആൻ കറയിനാവും പത്തബി ഖുർആൻ ഓതി തന്നാൽ ആ ഖിറാഅത്ത് പിൻപറ്റുക. ഖിറാഅത്ത് നബി ഓതി തരുന്നത് ഏമായോ അവിടെ ഖുർആൻ എന്ന ഖിറാഅത്താണ്. അവിടെ പത്തബിന അവര് പിന്നെ ഞാൻ ഓതി തന്നാൽ നീ അതിനെ ഇത്തിബാ ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്ന ഖുർആൻ. ഈ ഖുർആൻ എന്ന ഗ്രന്ഥം എന്ന അർത്ഥത്തിലല്ല, മറിച്ച് പാരായണം എന്ന അർത്ഥത്തിലാണ്. പാരായണം അതേമാതിരി പിൻപറ്റുക. പത്തബി ഖുർആൻ തുമ്മയിന്റെ അറിയുന്ന ബയാന ഇനി വിശദീകരണം നമ്മളെ പേര് ബാധ്യതയാണ്. നബി അറബിയല്ലേ, നബി അറബിയല്ലേ, അവൻ നബിക്കെതിരെ വിശദീകരണം ആവശ്യമുണ്ടോ? നബി അറബിയല്ലേ, വിശദീകരണം ആവശ്യമുണ്ടോ? ഉണ്ട്, വിശദീകരണം ആവശ്യമുണ്ട്. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന. ബാക്കി അല്ലമഹുൽ ബയാൻ, അല്ലമഹുൽ ബയാൻ. ഖുർആൻ മാത്രമല്ല പഠിപ്പിച്ചത്, ബയാനും പഠിപ്പിച്ചു. ബയാൻ, ആ ബയാനാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവർക്കും ബയാൻ ആവശ്യം. ഖുർആൻ പഠിപ്പിക്കാൻ മാത്രമല്ല, അതിന്റെ ബയാനും അതിന്റെ വിശദീകരണവും ആര് പഠിപ്പിച്ചു? അല്ലാഹു. നമ്മളെ ബാധ്യതയാണെന്നാണ് ആര് പറഞ്ഞത്? അല്ലാഹു പറഞ്ഞു. ഈ കാര്യം പറഞ്ഞിട്ടാണ് അല്ലാഹു പറഞ്ഞത്. ഇത് വുജൂഹുൻ യൗമഇദിൻ നാഇമ വുജൂഹുൻ യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ വവുജൂഹുൻ യൗമഇദിൻ ബാസിറ തദുന്നു അൻ യുഫ്അല ബിഹാ ഫാഖിറ എന്നൊക്കെ അല്ലാഹു പറഞ്ഞു. നാളെ അള്ളാഹുവിന്റെ മുഖത്തേക്ക് നോക്കി സന്തോഷം കൊള്ളുന്ന ചില ആളുകളുണ്ടായിരിക്കും എന്നുള്ളത് പറയാം. അപ്പൊ അതാരായിരിക്കും? എന്നാത്തുൽ ഫിർദൗസിൽ എത്തിയാൽ അള്ളാഹിന്റെ അർശത്തിന്റെ മേലെയാണ്. മനസ്സിലാവില്ല പറഞ്ഞത്? അള്ളാഹിനെ കാണാൻ കഴിയും. അപ്പൊ ആ ഒരു ഭാഗ്യത്തിലേക്ക് നമ്മൾ എത്തണം. അപ്പൊ ഈ മൂന്നായത്തും, ഇപ്പൊ ഞാൻ ആ മൂന്നായത്തും കാണിച്ചത് എന്തിനാ? സ്വർഗം ആർക്ക് തയ്യാറാക്കി വെച്ചു എന്നാ പറഞ്ഞത്? മുത്തഖീകൾ തയ്യാറാക്കി വെച്ചു. ശരി, ഇനി നമുക്ക് ഈ സൂറത്ത് മുഹമ്മദിലെ ആ 4 നദികൾ കണ്ടോളൂ. 15-ാമത്തെ ആയത്ത്, അത് നമ്മുടെ ജന്നാത്തുൽ തജ്രീമിൻ തഹ്തിയൽ അൻഹാർ എന്ന ആയത്ത് ഓതുമ്പോൾ അതിനടിഭാഗത്ത് കൂടി ഒഴുകുന്ന നദികൾ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന നദികളാണ്, 4 നദികളാണ് ആ പറയുന്നത്. ഖുർആൻ എപ്പോഴും നമ്മൾ ഓർമ്മ കാണുന്നതാണ് ജന്നാത്തുൽ തജ്രീമിൻ തഹ്തിയൽ അൻഹാർ. ഏതൊക്കെയാണ്? ഓർമ്മ വായിച്ചോളൂ. 15-ാമത്തെ ആയത്ത് വായിക്കും. മസലുൽ ജന്നത്തിൽ ലത്തി വഅദൽ മുത്തഖൂൻ. പിന്നെ ഓതി ആയത്ത് ഓതി. ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ. ഒന്നാമത്തത് വെള്ളത്തിന്റെ, അതിൽ പകർച്ച വരാത്ത വെള്ളം, വെള്ളത്തിന്റെ നദി. പച്ചവെള്ളം, പകർച്ച വരാത്ത കലമൂല. കലമൂല അത് ഒരിക്കലും എന്ത് ചെയ്യുക? വെള്ളം കലമൂല അടിയിൽ ചളി കയറൊന്നും ഉണ്ടാവില്ല. അതാണ് വൈറാസ്. 2 ഒന്നായി 2 പാലിന്റെ നദി, പാല്. രണ്ടാമത് പാലാണ്. അതിന്റെ രുചിക്ക് മാറ്റം വരില്ല. രുചിക്ക് മാറ്റം വരില്ല. അത് നോക്കി ആ പ്രയോഗം വരെ വളരെ യോജിക്കുന്ന പ്രയോഗമാണ്. ഒന്ന് വെള്ളത്തെ പറ്റി പറഞ്ഞപ്പോ വൈരി ആസിത്താണ്, കലങ്ങാത്ത വെള്ളം, മാറ്റം വരാത്ത വെള്ളം, എന്നും ഒരേപോലെ തെളിഞ്ഞ വെള്ളം. 2 പാലിന്റെ നദി, പാലിന് വേഗം വ്യത്യാസം വരും. എത്രയ്യർ പഴക്കവും അല്ല, ഇന്ന് വാങ്ങിച്ച പാല് നാളത്തെ വ്യത്യാസം വരും. പാല് പോരാവും, തൈരാവും. പക്ഷെ സ്വർഗത്തിലെ പാലിന്റെ നദിയുടെ പ്രത്യേകത അതിന്റെ രുചി തൊഴമല രുചിയാണ്. ആ രുചിക്കൊരു മാറ്റം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഏത് കാലത്തും ആ പാല് ഒറിജിനൽ പാല് തന്നെയായിരിക്കും. 2. മൂന്നാമത് കള്ളിന്റെ നദി. കള്ളാണ്, നല്ല ഒറിജിനൽ കല്ല്. അതിന്റെ പ്രത്യേകത എന്താണ്? വെള്ളം കലങ്ങാത്ത വെള്ളം, പാല് രുചിക്ക് വ്യത്യാസം വരാത്തത്, പിന്നെ കല്ല് വൈകി കുടിയന്മാർക്ക് ആസ്വാദനമുള്ള, കുടിക്കുമ്പോ തന്നെ കള്ളുടേമാര് കള്ള് കുടിക്കുമ്പോ തന്നെ കുടിക്കുന്ന സമയത്ത് തന്നെ മണവും അതിന് രുചി ഒന്നും പറ്റൂല. ലഹരിയാണ് ആവശ്യം. ഇവിടുത്തെ ദുനിയാവിലെ കള്ളിന് രുചിയും സഹിക്കാൻ കഴിയില്ല, മണം സഹിക്കാൻ കഴിയില്ല.
കള്ളുകുടിക്കുന്ന മുഖം കണ്ടാൽ അത് മനസ്സിലാവും. അത് കുടിച്ചു വിടല, പിന്നെയാണ് അതിന്റെ കറക്കം തുടങ്ങുക. എന്നാൽ സ്വർഗത്തിലത് കുടിച്ചാൽ ലഹരിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ആ കല്ല് തന്നെയാണ്. പക്ഷെ അതെന്താണ്? ലഹത്തിന്റെ ശാരീരിക കുടിയന്മാർക്ക് വളരെ ആസ്വാദനമായിരിക്കും ആ കല്ല്. 4 വായിച്ചോളൂ. 4 നാലാമത്തത് നല്ല തേനാണ്. ആ തേനിന്റെ നദികൾ, ആ തേനിന്റെ പ്രത്യേകത എന്താണ്? തേന് മുസഫയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ശുദ്ധീകരിക്കപ്പെട്ട തേൻ. എന്താണ്? ശുദ്ധീകരിക്കപ്പെട്ട തേൻ. സാധാരണ തേങ്ങച്ചോളക്കാര് എപ്പോഴും പറയും തേങ്ങച്ചോളം ഇത് തേനാന്ന് പറഞ്ഞ ആരും വിൽക്കണേ ഞാൻ കണ്ടിട്ടില്ല. തേങ്ങച്ചോളക്കാർ ഇന്നേ വരെ ഇത് തേനാണെന്ന് പറഞ്ഞ് വിൽക്കണേ കണ്ടിട്ടില്ല. പിന്നെ അതിന്റെ മുന്നിൽ ഒരു വാക്ക് പറയുന്നത് ശുദ്ധമായ തേൻ, ഒറിജിനൽ തേൻ. വേറൊരു സാധനങ്ങളൊക്കെ അങ്ങനെ വല്ലാതെ പറയില്ല, ചിലത് മാത്രമല്ല. പക്ഷെ തേങ്ങച്ചോളക്കാർ അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? തേനിലാണ് ഏറ്റവും വലിയ പിന്നെ മാറ്റങ്ങൾ വരുത്തുന്ന സാധനം. തേനിലാണ് ഏറ്റവും കൂടുതൽ ചതിയും മഞ്ഞലൊക്കെ നടക്കുന്ന സാധനം തേനാണ്. അപ്പൊ അതിൽ മായം ചേർക്കുന്ന സാധനം തേനാണ്. അപ്പൊ അപ്പൊ ഖുർആനിൽ 4ാമത്തെ നദിയെ കുറിച്ച് തേനിന്റെ നദിയാണ്. ആ തേന് നല്ല ഒറിജിനൽ തേനായി. ശരി, അപ്പൊ ഇനി 2 ഹദീസും കൂടി വായിച്ചിട്ട് അപ്പൊ അവസാനിക്കില്ല. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് എന്താണ്? അല്ലദീന യരിസൂനൽ ഫിർദൗസഹും ഫീഹാ. ഇന്നത്തെ ക്ലാസ്സിൽ കിട്ടിയത് എന്താണ് ജന്നാത്തുൽ ഫിർദൗസ്. അതിന്റെ 4 കാര്യങ്ങൾ പറഞ്ഞു. 1 അഅലൽ ജന്ന, 2 ഔസത്തുൽ ജന്ന, 3 തഫജ്ജറു അൻഹാറുൽ ജന്ന, 4 അർശുർ റഹ്മാൻ. ഈ 4 കാര്യങ്ങൾ പറഞ്ഞു. ഇനി പിന്നീട് നമ്മൾ പറഞ്ഞത് സ്വർഗത്തിലെ നദികൾ. ആ 4 നദികളാണ്. ആ 4 നദികൾ പറഞ്ഞു. പിന്നീട് 3 ആയത്ത് നമ്മൾ നോക്കി. ആ 3 ആയത്തിലും അള്ളാഹു പറഞ്ഞ സ്വർഗം ഒരുക്കി വെച്ചത് ആർക്കാണ്? ഇത്ര നമുക്ക് പഠിക്കാറുള്ളത്. ഇനി ഞാൻ 2 ഹദീസിന്റെ ആശയം ഒന്ന് പറയാം, അത് ശ്രദ്ധിച്ച് കേൾക്കുക. അത് ജന്നാത്തുൽ ഫിർദൗസിനെ കുറിച്ചിട്ട് തന്നെയാണ്. ഉബാദത്തുബ്നു സ്വാമിത് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, കേട്ടോളൂ, ഫിൽ ജന്നത്തി മിഅത്തു ദറജ. ചെറിയ 2 ഹദീസാണ്, കണ്ടിട്ടോട് കേൾക്കാം. ഫിൽ ജന്നത്തി മിഅത്തു ദറജ, സ്വർഗ്ഗത്തിൽ 100 സ്ഥാനമുണ്ട്, 100 ദറജകളുണ്ട്. ഫിൽ ജന്നത്തി മിഅത്തു ദറജ, സ്വർഗ്ഗത്തിൽ 100 പദവികളുണ്ട്. മാ ബൈന കുല്ലി ദറജത്തൈനി കമാ ബൈന സമാഇ വൽ അർദ്. ഒരു ദറജന്റെ വ്യത്യാസം മറ്റൊരു ദറജയുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആകാശഭൂമികളുടെ വ്യത്യാസം. ചെറിയ വ്യത്യാസമൊന്നുമല്ല. ഒരു ദറജ കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു റാങ്ക് 1ാം റാങ്ക് 2ാം റാങ്ക് 1 മാർക്കിന്റെ വ്യത്യാസം, 2 മാർക്കിന്റെ വ്യത്യാസമൊക്കെ. എന്നാൽ സ്വർഗത്തിലെ 100 ദറജ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ദറജയും 2ാമത്തെ ദറജയും തമ്മിലുള്ള വ്യത്യാസം കമാ ബൈന സമാഇ വൽ ആകാശഭൂമികൾക്കിടയിലുള്ള വ്യത്യാസം. ബാക്കി വൽ ഫിർദൗസ്, ഇതിന്റെ ബാക്കിയാ വൽ ഫിർദൗസ്. എന്നാൽ ഫിർദൗസ് അഅലാഹാ ദറജ, അഅലാഹാ ദറജ, അതിലെ 1ാമത്തെ റാങ്ക്, 1ാമത്തെ സ്ഥാനം, 1ാമത്തെ പദവി ആർക്കാണ്? ജന്നത്തുൽ ഫിർദൗസിനാണ്. കാരണം വമിൻഹാ തുഫജ്ജറു അൻഹാറുൽ ജന്നത്തിൽ അർബഅ. ഹദീസാണ്. വമിൻഹാ തുഫജ്ജറു അൻഹാറുൽ ജന്നത്തിൽ അർബഅ. സ്വർഗ്ഗത്തിലെ 4 നദികൾ ഉത്ഭവിക്കുന്നത് അവിടുന്നാണ്. ആ 4 നദികൾ നമ്മൾ ഖുർആനിൽ കണ്ടത്. ഈ ഹദീസിന്റെ വിശദീകരണം കൂടിയാണ്. വമിൻ ഫൗഖിഹാ യഖൂറുൽ അർശ്, വമിൻ ഫൗഖിഹാ യഖൂറുൽ അർശ്, അതിന്റെ മുകളിലാണ് അല്ലാഹുവിന്റെ അർശ് ഉള്ളത്. പദങ്ങളിലെ വ്യത്യാസമുണ്ട്, ആശയം ഒന്നാണ്. അതുകൊണ്ട് ഫഇദാ സഅൽതുമുല്ലാഹ ഫസ്അലൂഹുൽ ഫിർദൗസ്. അല്ലാഹുവിനെ ചോദിക്കുമ്പോൾ സ്വർഗ്ഗം ചോദിക്കാതെ ഫിർദൗസ് ചോദിക്കാം. അതാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഇനി മറ്റൊരു ഹദീസ് കൂടി, ഈ സ്വഹീഹുൽ ജാമിഅയിലെ 592 ഹദീസാണ്. ഈ അൽബാനിയുടെ ഗ്രന്ഥമാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സഅൽതുമുല്ലാഹ തആല ഫസ്അലൂഹുൽ ഫിർദൗസ. നിങ്ങൾ അല്ലാഹുവിനെ ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസ് ചോദിക്കുക. ഈ ആശയത്തിൽ ഇത്ര ഹദീസുണ്ട്, ഒരുപാട് ഹദീസാണ്. ഫഇന്നഹു സിർറുൽ ജന്ന, ഫഇന്നഹു സിർറുൽ ജന്ന, അതാണ് സ്വർഗ്ഗത്തിന്റെ രഹസ്യം, ഗോപ്യമാണ്. സ്വർഗ്ഗത്തിന്റെ സ്വകാര്യതയാണ്, സ്വർഗ്ഗത്തിലെ സ്വകാര്യ സിർറുൽ ജന്നയാണ് ഫിർദൗസ്. അതുകൊണ്ട് ഒരിക്കലും നമ്മളെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, മനസ്സുകൊണ്ട് വിഭാവനം ചെയ്യാൻ കഴിയാത്തതാണ് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗ്ഗം. ഇൻഷാ അല്ലാഹ് ഈ സ്വർഗ്ഗത്തിലേക്കുള്ള പ്രവേശനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്.
അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ജന്നത്തുൽ പിന്നെ ജന്നാത്തുൽ അദീൻ ജന്നാത്തുൽ അദീൻ, അതുപോലെ തന്നെ ജന്നത്തുൽ അഅല, ഇതൊക്കെ ഫിർദൗസിന്റെ മറ്റു പേരുകളായിട്ട് പറയപ്പെട്ടതാണ്. ശരിക്കും അതിന്റെ ഒറിജിനൽ നാമം അതിന്റെ വിശേഷണവുമായി ബന്ധപ്പെട്ട് ചേർക്കപ്പെടുന്ന വിശേഷണങ്ങളിലേക്ക് ചേർക്കപ്പെടുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. ഏതായിരുന്നാലും നമ്മളിവിടെ ഈ ആയത്ത് സൂറത്തുൽ മുഅ്മിനൂനിലെ എത്രാമത്തെ പഠിച്ചത് വിഷയം തീരാണ്. ഇനി മറ്റൊരു വിഷയത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ തുടങ്ങിയതുള്ള അത് അഫ്ലഹൽ അപ്പം ഈമാൻ കെട്ടി മരിക്കണം. ഈമാൻ കെട്ടി മരിച്ച മുഅ്മിനാണ് അത് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞ് അതിൻ്റെ ഇടയിൽ കുറേ അക്ഷരങ്ങൾ പറഞ്ഞിട്ടാണ് അല്ലദിന യരിസൂനൽ ഫിർദൗസ്. അപ്പം അതിൻ്റെ ഇടയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം, സൂക്ഷിക്കാം. അതിലൊക്കെ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞു തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിലൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ തകരാറുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അള്ളാഹുവിനോട് കൊടുക്കണം തരാം, ഇസ്തിഗ്ഫാർ തൗബ ചെയ്യാം, അള്ളാഹുവിനോട് ആ സ്വർണ്ണം ചോദിക്കാം. നമുക്കൊരു കാര്യം കൂടി എളുപ്പമാണ്, കാരണം ഇപ്പോൾ ഖുർആൻ പഠിതാക്കളാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ശക്തി വെച്ചിട്ട് റബ്ബിനോട് ചോദിക്കാം, ആ ഒരു നിബന്ധന വെച്ചിട്ട് നമുക്ക് റബ്ബിനോട് ചോദിക്കാം. മനസ്സിലായി? ഇങ്ങനെ ചോദിച്ചാൽ റബ്ബ് തരും, യാതൊരു സംശയം കാര്യത്തിലാണ്. നമുക്കൊക്കെ എത്രയോ പല കാര്യങ്ങളിലും അനുഭവമുണ്ടാകും, എല്ലാവർക്കും അനുഭവങ്ങളുണ്ടാവും. നമ്മൾ ഈ ഒരു കാര്യം മുന്നിൽ വെച്ച് റബ്ബിനോട് കാര്യം ചോദിച്ചാൽ റബ്ബ് തരും എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് നമുക്ക് എത്ര അസാധ്യമാണെങ്കിലും എത്ര പഴക്കളതാണെങ്കിലും ഒക്കെ റബ്ബ് ആ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന കാര്യത്തിൽ സത്യം. അപ്പോൾ നമുക്ക് റബ്ബെ നിന്റെ കലാമം എനിക്കിഷ്ടമാണ്, നിന്റെ കലാമം കാണാൻ എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് നിന്നെ എനിക്ക് കാണാം. റബ്ബിലേക്ക് നോക്കാൻ ആവശ്യമില്ല. നിന്നെ കാണാൻ എല്ലാത്തിനും ഫിർദൗസിനെ കുറിച്ച് പറഞ്ഞിട്ട് എല്ലാ സൂറത്ത് അൽ-കഹ്ഫിന്റെ അവസാന ഭാഗത്ത് എന്താ പറഞ്ഞത്? എല്ലാത്തിനും ഫിർദൗസ് പറഞ്ഞു റബ്ബിനെ ലിഖാഇനെ കൊതിക്കുന്നവരായ അത് എല്ലാത്തിനും ഫിർദൗസ് നുസുല. അതിനുശേഷം അല്ലാഹു തആല കാര്യം പറഞ്ഞു. അപ്പൊ നമുക്ക് ആ ഒരു കാര്യമായിരിക്കും നമ്മുടെ മനസ്സ് നിറയുണ്ടാവേണ്ടത്, റബ്ബിന്റെ സ്വർഗമായിരിക്കും നമുക്ക് നിറയുണ്ടാവേണ്ടത്. അതിലേക്ക് എത്താനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളൊക്കെയും ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അതിൽ വരുന്ന വീഴ്ചകളാണ് റബ്ബിനോട് നമ്മളൊക്കെ ചോദിക്കുന്നത്. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ മുഅ്മിനൂനിലെ ബാക്കി ആയത്തിൽ അടുത്ത ക്ലാസ് മുതൽ നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാം. അല്ലാഹു തആല നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ഞായറാഴ്ചയും നമ്മുടെ ക്ലാസ് ഉണ്ടായിരിക്കും. കഴിഞ്ഞ ആഴ്ച നഷ്ടപ്പെട്ടു പോയ ക്ലാസ്സാണ്. അപ്പോൾ അത് നമുക്ക് ക്ലാസ്സുകളൊന്നും നഷ്ടപ്പെടാതെ മാസത്തിൽ 2 ക്ലാസ്സുകളുടെ രൂപത്തിൽ ഒന്നരാടം, ചില മാസത്തിൽ 3 ക്ലാസ് വരും. ഒരു ക്ലാസ് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് പിന്നെ അടുത്ത ആ രൂപത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തൗഫീഖും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ശരീരത്തിനുള്ള ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യണം. അവിടെ നിൽക്കാനും ഇവിടെ പറയാനും എന്നൊക്കെ അവിടെ നിൽക്കാനും അവിടെ ഇരിക്കാനും ഒക്കെ നമ്മുടെ ശരീരത്തിൽ ആഫിയത്ത് വേണം, ആരോഗ്യം വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യം നൽകി നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല ഈ ഒരു ഖുർആൻ പഠിക്കാതെ ഈ നല്ല മനസ്സ് മരിക്കുന്നത് വരെ അല്ലാഹു നിലനിന്ന് പെരുമാറട്ടെ. നമുക്ക് നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും അല്ലാഹു നിലനിന്ന് പെരുമാറട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين. سبحان الله وبحمده اشهد ان لا اله الا انت استغفرك واتوب